Amritwani Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, judges. Yes, Paru. Jukebox roundലേക്ക് പോകാം. Okay? അപ്പോൾ നമ്മുടെ അച്ചുമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. So let's welcome Ashwathi. Ready? Ready. നമ്പർ സെലക്ട് ചെയ്യാം. അതിൽ ഏത് പാട്ടാന്ന് നോക്കാം. എല്ലാ പാട്ടും പഠിച്ചോ? പഠിച്ചു. റെഡിയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അച്ചു ഏത് നമ്പറാ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. പറയട്ടെ? 3 എടുക്കാം. ശരി, ഞാൻ തൃശ്ശൂരല്ലേ, അതുകൊണ്ട് 3 എടുക്കാം. നീ പാടിയാ നമ്മൾ കൈ എടുക്കണം. അച്ചുവിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ആ 3ന്റെ അകത്ത് എന്താണ് നമുക്ക് നോക്കാം. അച്ചു നോക്കാം, തൃശ്ശൂരുകാർക്ക് എന്താ കിട്ടാൻ പോകുന്നത് നോക്കാം. അന്നലൂഞ്ഞാൽ. ഓക്കെ ആണോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തൃശ്ശൂരുകാർ. തിരിത്തേനിൽ പൊന്നുരച്ച് ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ
നൈസ് മോളെ. താങ്ക് യു മാം. അച്ചു ചേച്ചി തൃശ്ശൂർക്കാരുടെ 3 രക്ഷിച്ചോ? രക്ഷിച്ചെന്ന് തോന്നുന്നു, ബാക്കി അവരോട് ചോദിക്കാം. ആണ്. ഉം. ചോദിക്കാം നമുക്ക്. ചേച്ചി അച്ചു മാം സുന്ദരിയായി നിന്ന് മനോഹരായിട്ട് പാടി. താങ്ക് യു മാം. എന്തായാലും തൃശ്ശൂർക്കാരുടെ 3 കലക്കി. നല്ല ലക്കി 3. താങ്ക് യു. അസല പാട്ട്. ആഹാ, എന്ത് ബ്യൂട്ടിഫുൾ ആ കേൾക്കാൻ. അസലായിട്ട് പാടുകയും ചെയ്തു. മോൾക്ക് ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. പക്ഷെ അന്നത്തെ മാതിരി റായും പ്രശ്നമില്ല. ഇന്ന് മൊഴികൾ എന്നുള്ള വാക്കൊന്ന് മൊഴിയില്ലല്ലേ, കൊഞ്ചും മൊഴിയിൽ അത് കുറച്ചൊന്ന് സ്ഫുടമാവാം. അതൊക്കെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അല്ലാതെ ഒരു രസമുണ്ടായിരുന്നു. ഒരു ശരിക്കും ഇതൊരു എന്തൊരു താരാട്ട് ഫീലല്ലേ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അച്ചു തന്നെ ഒരു കൊച്ചുകുട്ടീനെ ഇങ്ങനെ നോക്കിയിരുന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു മാം. എനിക്ക് നേരത്തെ പാറു ചോദിച്ച മാതിരി ഒരു ചെറിയൊരു ഓർമ്മയാ വന്നത്. എനിക്കറിയാം ചേച്ചി ഓർക്കുന്നു, എല്ലാ പാട്ടിലും ചേച്ചിക്ക് ഓർമ്മകൾ. അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു താരാട്ട് ഈ സീക്വൻസ് ഓർമ്മ. അതുപോലെ ലാലേട്ടന്റെ ആ ഒരു ഇതാ ഓർമ്മ വന്ന ആ ഒരു സീക്വൻസ്. ഒരു പാട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ കൂടെ ബാബാ കല്യാണിയിലൊരു പാട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണിച്ചേട്ടനാണ് അതിന്റെ മെയിൽ വേർഷൻ പാടിയത്. കൈ നിറയെ വെണ്ണ തരാ, കവിളിലൊരുമ്മ തരാ, കണ്ണൻ കവിളിലൊരുമ്മ തരാ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. സാർ ഇതൊക്കെ പറഞ്ഞായിരുന്നോ ഡീറ്റെയിൽസ്? ഇല്ല സാർ, ഇല്ല. എന്നാ പറഞ്ഞോളൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറാണ്. ലിറിക്സ് ONV കുറുപ്പ് സാറാണ്. പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ഇതിന്റെ ഫീമെയിൽ വേർഷനും ഉണ്ട്, ചിത്രാമ്മയ പാടിയിരിക്കുന്ന. മൂവി പുറപ്പാട്. അശ്വതി നല്ല സുഖമുള്ള ഒരു പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് കൊഞ്ചും അതിലെന്താണ് അശ്വതിക്ക് എന്തെങ്കിലും ഇനി മൈൻഡ് ബ്ലോക്ക് ഇല്ല. എന്താണ് അവിടെ ഒരു കൊഞ്ചാൻ ഇത്ര ബുദ്ധിമുട്ട്? ഒന്ന് അതിന് മുമ്പിലെ ലൈൻ പാടിയിട്ടൊന്ന് പാടിക്കേ. ഇത്തിരി ഇത്തളിർ ചുണ്ടിൽ. ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവെച്ചു കൊഞ്ചും മൊഴിയിൽ. ഇതാണ് ഞാൻ ചോദിച്ചത്. ആ കൊഞ്ചും മൊഴി എന്തെങ്കിലും അപകടം പറ്റുമോ കൊഞ്ചും മൊഴിയിൽ എന്നുള്ള ഒരു മാറാല ആ ചിന്താമണ്ഡലത്തിൽ പിടിച്ചിട്ടുണ്ട്. മാറാലയൊക്കെ അടിച്ച് മാറ്റുക, എന്നിട്ട് ഇവിടെ വന്ന് പാടുക. കൂടിപ്പോയാൽ എന്ത് വരും? നമുക്ക് ഇടറും അല്ലെങ്കിൽ തെറ്റ്. അതല്ലേ ഉള്ളത്, സ്വാഭാവികമല്ലേ, മനുഷ്യരല്ലേ. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കരുതടാ. നാം പാടി കിട്ടിയാൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം അങ്ങോട്ട് തട്ടിവിടുക. ദൈവം കൂടെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനെ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അങ്ങ് പാടുക. അപ്പം എനിക്കത് തോന്നിയാ കൊഞ്ചൊന്നും ഒരു ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് 3 ഷൂർ കാര്യക്ക്. അപ്പം അത് മാത്രമുള്ളൂ എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. അത് നമുക്കൊരു ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് പാടിയാലോ. അത് എന്ത് സംഭവം ഇപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ മാർക്കൊക്കെ ഇട്ടു. അപ്പം അതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല. അതിന് മുമ്പിൽ ഇത്തളിർ അത് തൊട്ടൊന്ന് പാടിക്കുക. അത് കുറച്ച് കൂളായിട്ട് തന്നെ പാടണം. അങ്ങനെ പാടിക്കുന്നത് പേടിയില്ലാതെ. ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു കൊഞ്ചും മൊഴിയിൽ തേനുതിരും. മതി. അല്ല, ഇങ്ങനെ അങ്ങ് പാടുക, അല്ലാണ്ട് നമ്മൾ പേടിപ്പിക്കരുത് പാടി കേട്ടാ. അപ്പം എന്തൊക്കെയാണ് നല്ലൊരു പാട്ട്. അച്ചു നല്ല രസമായിട്ട്, പിന്നെ അച്ചു നിന്ന് പാടുന്ന കാണാൻ തന്നെ നല്ല ചന്തമാണ്.
അപ്പോൾ അത് നല്ല രസമായിട്ട് തന്നെ പാടി. ഇങ്ങനെയുള്ള മൈൻഡ് ബ്ലോക്കൊക്കെ മാറ്റി വയ്ക്കുക. നല്ല പാട്ടുകാരിയാണ്. എനിക്ക് എന്താ പറയുക, അത് പാടി കേൾക്കാനും നല്ല സുഖമാണ്. നന്നായിട്ട് പാടിയരാ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക അച്ചു സർ. മോളെ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഞാൻ പറഞ്ഞ ഈ ഒരു വേദിയിൽ ടോണൽ വൈസ് ഭയങ്കര വേഴ്സിറ്റാലിറ്റി കാണിക്കുന്ന ഒരാളാണ് അച്ചു. ഇപ്പോൾ ഫോക്ക് എങ്കിൽ എക്സാക്ട് ആ ഒരു ടോൺ കൊണ്ടുവരും. ഇതുപോലത്തെ താരാട്ട് ഒക്കെ ആകുമ്പോൾ എക്സാക്ട് ആ ഒരു ടോണിൽ അത് ഭയങ്കര പാടാണ് അതങ്ങനെ സ്വിച്ച് ചെയ്യാന്ന് പറയാം. അത് അച്ചു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ. പിന്നെ എനിക്കും കൊഞ്ചും മൊഴിയിൽ ആണ് എനിക്കൊരു പ്രശ്നമായിട്ട് വന്നത് അവിടെ. കാരണം അതുവരെ വന്ന ഒരു ഡിസൈൻ പെട്ടെന്ന് മാറിയതുപോലെ എനിക്ക് തോന്നി. അത് മാത്രം ആണ് ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞു അത് പാടിപ്പിക്കുകയും ചെയ്തു. അത് നന്നായിരുന്നു. അത്രേ ഉള്ളൂ മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കും. ശരത് സർ. പാറു, ആ ഏതാ സ്ഥലം? ഏതാണ്? തൃശ്ശൂര്. തൃശ്ശൂർ. ആ 9.3. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. തൃശ്ശൂർക്കാരിക്ക് 9.3. താങ്ക് യു മാം. ഷാനിക. തൃശ്ശൂർക്കാരിക്ക് Thank you, sir. ടോട്ടൽ 18.6. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.